ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ അടിപൊളിയാണ് കേട്ടോ. സോ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ കോൾഡൊക്കെ ഒരു 99% ഓക്കെ ആയി. സോ ഇന്നും ഒരു ട്രാവൽ റോഡ് ട്രിപ്പ് ആയിട്ടാണ് ഞാൻ വന്നത്. ബട്ട് ദിസ് ടൈം കുറച്ച് ലോങ് ഡ്രൈവാണ്. ചുരുക്കി പറഞ്ഞ വയനാട് ടു ഗോവ ആൻഡ് ബാക്ക് ടു മൈസൂർ. സോ ഇന്ന് നമ്മൾ ഡേ 1 ആണ്. ആൻഡ് ഇന്ന് നമ്മൾ കവർ ആക്കാൻ പോകുന്ന പ്ലേസ് കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ, ഉടുപ്പി, പിന്നെ ഗോകർണ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഒരു സ്ട്രോങ് ചായ ഒക്കെ കുടിച്ച് കിക്ക് സ്റ്റാർട്ട് ആക്കി. നമ്മൾ നല്ല ഏർലി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ കണ്ണൂരിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. ഈ കണ്ണൂർ ചുരമല്ല, കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സ്റ്റീപ്പൊക്കെയാണ്. വേറെ ഒരു ചുരം ഉണ്ട്, അത് ഇതിനെക്കാളും ഡേഞ്ചറസ് ആണ്. സൈഡൊക്കെ ഇടിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ഹോൾട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഫോഗൊക്കെ കണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു, എസ്പെഷ്യലി മോർണിംഗ് കൂടി ആയിക്കൊണ്ട് നല്ല തണുപ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കണ്ണൂർ സിറ്റിയിലെത്തി. ഇവിടെ നമ്മൾ ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായ പുലരിന്നാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ ഒരു മസാല ദോശയാണ് അടിച്ചത്. എനിക്ക് ഈ മോർണിംഗ് തന്നെ നോൺ വെജ് ഒക്കെ കഴിക്കാൻ ഇച്ചിരി ഇറങ്ങിയത്. ബാക്കിയുള്ളവർ അപ്പം, ഐക്കുറ ഫ്രൈ, കൂന്തൽ റോസ്റ്റ് ഒക്കെയാണ് വാങ്ങിയത്. എല്ലാതും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ മസാല ദോശേൻ്റെ മസാല വെറൈറ്റിയാണ്, നല്ല ഉണ്ടായിരുന്നു. ആൻഡ് ദോശ കുറച്ച് പുളിച്ചതായിരുന്നു. പുളിയുള്ള ദോശ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ ആയിരിക്കും, അല്ലാത്തവർക്ക് അല്ലാണ്ട് ഇഷ്ടപ്പെടില്ല. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല ചൂടാണ് കണ്ണൂർ. ഈ മൺസൂണിൽ ഇങ്ങനെ ആണെങ്കിൽ സമ്മർ ടൈമിൽ എങ്ങനെ ആയിരിക്കും? ഹോട്ടലൊക്കെ ഫാനൊക്കെ ഇറങ്ങി ചൂട് കാറ്റാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ട്രിപ്പ് എഗെയിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുന്ന വഴിക്ക് MRI ബേക്കറി കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാമെന്ന് വെച്ചു. ഇവിടുന്ന് കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും ചൂയിങ്കംസും ഒക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ ശരിക്കും കാസർഗോഡ്ക്കാണ് ഇനി നെക്സ്റ്റ് പോകേണ്ടത്. ബട്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ കുറേ വ്ളോഗ്സും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ ഇവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ എനിക്ക് പൊതുവേ പെറ്റിനോടൊക്കെ കുറച്ച് ഇഷ്ടമുള്ളതായിക്കൊണ്ട് എനിക്ക് അവിടെ ഒന്ന് പോകണം, വിസിറ്റ് ചെയ്യണത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഇപ്പോൾ അതിനുള്ള ചാൻസ് കൂടിയും കിട്ടിയപ്പോൾ പിന്നെ വൈ നോട്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് കണ്ണൂർ പോകുന്ന ആൾക്കാർക്ക് സിറ്റിയിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഡീവിയേഷനൊക്കെ എടുത്താൽ മതിയായിരിക്കും ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇത് കടലിൻ്റെ ഒക്കെ അടുത്ത. പെർ പേഴ്സൺ 150 റുപ്പീസ് ആട്ടോ ഇതിൻ്റെ എൻട്രി ചാർജ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം ഒരു എനിമലിനായിട്ട്, പിന്നെ എനിമൽസിനെ ഫീഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഓഫേഴ്സും ആ ടിക്കറ്റിൻ്റെ കൂടെ. കമ്പാരിറ്റീവ്ലി ഞാൻ വിചാരിച്ചതിനെക്കാളും ഭയങ്കര ക്ലീൻലിനെസ്സും ഒരു നാച്ചുറൽ രീതിയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സൂ അല്ലെങ്കിൽ ഒരു പെറ്റ് സ്റ്റേഷൻ ആയിരുന്നു. കൂടുതൽ ബേർഡ്സും ഫിഷസും ആയിരുന്നു അവർ ഹൈലൈറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ പെറ്റായിട്ട് നോർമലി അധികം വൈൽഡ് അല്ലാത്ത ആനിമൽസും ഉണ്ടായിരുന്നു. ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ മിനിയേച്ചർ ഡോങ്കി, ഇതിൻ്റെ ആക്ച്വൽ ഗ്രോത്ത് ഇതാണ് ഇത്രയും ഗ്രോത്ത് ഉള്ളൂ. പിന്നെ എഗെയിൻ കുറേ ബേർഡ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു ആനിമലിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആനിമലിനെ ചൂസ് ചെയ്തിട്ട് അവരായിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം. അവിടെ ഈ മക്കാവോ പാരറ്റ് ഉണ്ടായിരുന്നു, ഇങ്കുവാന ഉണ്ടായിരുന്നു. ഇങ്കുവാന ചെറുതും ഉണ്ടായിരുന്നു, വലുതുണ്ടായിരുന്നു. പാമ്പ് ഉണ്ടായിരുന്നു. പാമ്പ് തന്നെ പല ടൈപ്പ് പാമ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് മേലൊക്കെ കഴുത്തിക്കൂടിയൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ഒരു സെക്ഷൻ ഇതാട്ടോ, ഈ ഫിഷിനെ ഫീഡ് ചെയ്യൽ. ഞാൻ ആക്ച്വലി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഫിഷ്, ഈ കോഴിക്കാപ്പിനെ ഫീഡ് ചെയ്യുന്ന വീഡിയോസ്. പക്ഷേ അടുത്ത് പോയപ്പോൾ അവർ ഭയങ്കര സ്ലൈമി ആയിരുന്നു. തൊടുമ്പോൾ തന്നെ ഫസ്റ്റൊക്കെ തൊടുമ്പോൾ എന്തോ പോലെ ആയിരുന്നു. പിന്നെ അവിടെ കൈ വെച്ച് ശീലമായി. ഈ മങ്കീൻ്റെ ഒരു ബ്രീഡ്, ഏതോ ഒരു വെറൈറ്റി ബ്രീഡാണ് തോന്നുന്നുണ്ട്. ഇവന് ഭയങ്കര ഫണ്ണി ആയിരുന്നു. അവന് കിടുന്നതെന്ന് തന്നെ അവനക്കൊരു പാൻ്റെ ടെഡി ബെയറിൻ്റെ അടുത്തായിരുന്നു. ആൻഡ് നമ്മളടുത്തേക്ക് ചാടുന്നു, തിരിച്ചാടുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറേ ബേർഡ്സിൻ്റെ സെക്ഷൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഷിറ്റ്സുവിൻ്റെ അടുത്തൊക്കെ എത്തി. ഞാൻ ആക്ച്വലി ഷിറ്റ്സുവിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടുണ്ട് ബട്ട് ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ. ഇത്രയും അടുത്തായിട്ട് ഫസ്റ്റ് ടൈമാണ്. വീണ്ടും കുറേ ഫിഷസ് ഉണ്ടായിരുന്നു, ഹാംസ്റ്റേഴ്സ്, സ്ക്യൂറിൽസ്, പിന്നെ അങ്ങനത്തെ ഒരു ഫാമിലി പെട്ട കുറച്ച് പേര് കൂടി ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ കുറച്ച് പാമ്പിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഈ പാമ്പ് ഇങ്ങനെ എഴിഞ്ഞ് പോകുന്ന കാണുമ്പോഴേ എന്തോ ആവുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ ഹാംസ്റ്റർ കണ്ടില്ലേ, ഇതിപ്പോൾ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു മക്കളാണ്. അഗെയിൻ കുറച്ച് ബേർഡ്സ് കൂടിയും എക്സ്ട്രാ അവർ പോണ വഴിക്കൊക്കെ
ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പൈഡർ ഉണ്ടായിരുന്നു. മെയിൻലി അവരൊരു നാച്ചുറൽ തീമിലാണ് കേട്ടോ അത് സെറ്റ് ആക്കിയേക്കണ്. കുറച്ച് ഇൻഡോർ വാട്ടർഫോൾസും ഒക്കെ വെച്ചിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് സൂത്തിങ് ഫീലാണ് അവിടെ നടക്കുമ്പോൾ. ടുവേർഡ്സ് എൻഡ് ഇങ്ങനത്തെ കുറച്ച് സ്റ്റഫ്ഡ് ആനിമൽസും കീ ചെയിൻസും ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ. നമ്മൾ പെറ്റ് സ്റ്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പുറത്ത് ഭയങ്കര കാറ്റ്, എസ്പെഷ്യലി സീൻ്റെ അടുത്ത് കൂടിയാണല്ലോ, അതുകൊണ്ട് ഭയങ്കര കാറ്റ്, ഈ മണ്ണൊക്കെ ഇങ്ങനെ പാറുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ണടിച്ച് എങ്ങനെയൊക്കെയോ കാറിൽ ഓടിക്കേറി. പിന്നെ അവിടെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ടാക്കി. നല്ല മഴ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോയി. ഫുൾ സീനറി ആയിരുന്നു, പച്ചപ്പ്, ഹരിതാപം, അങ്ങനത്തെ ഒരു നേച്ചർ ഫീൽഡ് ഡ്രൈവ് ആയിരുന്നു. അങ്ങനെ പോണ വഴിക്ക് നമ്മളൊരു നല്ലൊരു പള്ളി കണ്ട്, സ്ത്രീകൾക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ കഥാക്കുന്നു വിചാരിച്ചിട്ട് അവിടെ കയറി നിസ്കരിച്ച് ഫ്രഷ് ആയിട്ട് എഗെയിൻ നമ്മൾ സ്റ്റാർട്ടാക്കി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ഒബ്സഷൻ ആട്ടോ ഈ പാരക്ക വാങ്ങൽ, പാരക്ക കടിച്ചുകൊണ്ട് ഡ്രൈവ് പോകുന്നത് എനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്റ്റാർട്ടാക്കിയുള്ളതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും എവിടെ പാരക്ക ഉണ്ടാലും ഞാൻ അവിടെ നിർത്തിച്ച് അത് വാങ്ങി ഇതിങ്ങനെ കടിച്ച് 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 കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എണീക്കണത് മാംഗ്ലൂർ എത്തിയപ്പോഴാണ്. ഇൻ ബിറ്റ്വീൻ കാസർഗോഡ് കഴിഞ്ഞ് പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. മാംഗ്ലൂർ എത്തിയപ്പോഴേക്കും നമ്മളൊരു 4 കഴിഞ്ഞ് നമ്മൾ ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതോ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിൽ പോകണമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 4 ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞുണ്ടാവും അവിടെയൊക്കെ. അവിടെ എത്തിയപ്പോഴേക്കും മഴയായി കാരണം ഓടിക്കേറേണ്ടി വന്ന്. നമ്മൾ പോയത് ഈ അജില റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടുത്തെ ലാസ്റ്റ് കസ്റ്റമർ ആയിരുന്നു കേട്ടോ നമ്മളിന്ന്. ഫേമസ് ആയിട്ടുള്ളത് മീൽസാണ്. അതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് മീൽസാണ് ഇവിടെ ഉള്ളത്. അവർ ടൈപ്പ് ഓഫ് കറീസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ മീൽസും പിന്നെ അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും ആണ് ഓർഡർ ആക്കിയത്. ആൻഡ് ട്രസ്റ്റ് മീ, എല്ലാ കറിയും ഒന്നിനൊന്നിന് അടിപൊളിയായിരുന്നു. എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ടൈപ്പേ അല്ല. ഇവരെ ഫിഷ് ഫ്രൈ ഒക്കെ വേറൊരു മസാല ടൈപ്പ്. ഇതൊരു ഫിഷ് കറി ആയിരുന്നു. പിന്നെ ഇതൊരു ബ്ലാക്ക് ബീൻസും പിന്നെ കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറിയായിരുന്നു. പിന്നെ തേങ്ങാ ചമ്മന്തി, ഒരു വെറൈറ്റി അച്ചാറ്, എവ്രിതിങ് വാസ് ലൈക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് സാധാ ചോറ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ലോങ് റൈസും ചൂസ് ചെയ്യാം. മീൽസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർ ഈ പായസം കൊടുന്നു, പരിപ്പ് പായസമായിരുന്നു. അതും നല്ലായിരുന്നു. ഓഫ് കോഴ്സ് ഇവരെ സർവീസ് അടിപൊളിയായിരുന്നു. അടുത്ത നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ് പബാസ് ഐസ്ക്രീംസ്. പബാസ് ഐസ്ക്രീം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത്ര വലിയ ഒരു ഔട്ട്ലെറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു എൻ്റയർ ഫ്ലോറ് പബാസാണ്. അവിടെ ചെന്നപ്പോഴോ ഈ മൺസൂൺ കാലത്ത് വരെ ഫുൾ ആൾക്കാർ. തിരാമിസു ആൻഡ് ഗഡ്ബഡ് ആണ്. ചോക്ലേറ്റി ഫ്ലേവർ ഇഷ്ടപ്പെട്ടവർക്ക് ഈ തിരാമിസു വിൽ ബി ഗുഡ്. ഫസ്റ്റ് ലെയർ ഒരു കേക്കൊക്കെ ആയി, പിന്നെ ചോക്കോ ചിപ്പും ചോക്ലേറ്റ് ഐസ്ക്രീംസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു തിരാമിസു. പിന്നെ ഗഡ്ബഡ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതൊരു ഫ്രൂട്ടി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വേറെ ടൈപ്പ് ഓഫ് ഫലൂഡ കൈൻഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ മാംഗ്ലൂരോട് ടാറ്റ പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനായ ഉടുപ്പിലേക്ക് യാത്ര തിരിച്ചു. ഈ മോഡൽ ബ്രിഡ്ജ് ഇല്ലേ, ഇത് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ മലപ്പുറത്തൊക്കെ അല്ലേ ഇത്, പിന്നെ നമ്മൾ ബാംഗ്ലൂർ ഹൈവേയിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സെയിം മോഡൽ ബ്രിഡ്ജ്. ഇതൊരു ഫേമസ് മോഡലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കർണാടക കയറിയ ഡീസൽ അടിക്കാണ്ട് പോവാറില്ല. കേരളത്തിനെക്കാളും കുറവാണ് ഇവിടുത്തെ ഡീസൽ വില. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉടുപ്പിയിലേക്കാണ്. ആക്ച്വലി ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. ആൻഡ് ഫൈനലി നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഈസ് ഗോകർണ. അവിടെ നമ്മളെ നൈറ്റ് സ്റ്റേ ഉള്ളത്. ആൻഡ് അങ്ങോട്ട് പോകുമ്പോൾ ഓൾറെഡി രാത്രിയായി. ആൻഡ് ഇവിടെയാണ് നമ്മൾ ഷിരൂർ മണ്ണിടിച്ചൽ നടന്ന സ്ഥലം, നിയർ ബൈ ആണ്. ആൻഡ് ഇവിടേക്കുള്ള റോഡ് മൊത്തം അങ്ങനെ തന്നെയാണ്. റോഡിന്റെ സൈഡിലൊക്കെ ഫുൾ മലകൾ ഇങ്ങനെ ഇടിച്ചിട്ട് ഏത് നിമിഷം വേണമെങ്കിലും അതൊക്കെ ഇടിഞ്ഞ് വീഴാം എന്ന രീതിയിലുള്ള റോഡ്സ് ആയിരുന്നു കേട്ടോ ആ ഒരു ഓൺ ദ വേ മൊത്തം. അപ്പോൾ ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി രാത്രിയാണ്, വല്ലാണ്ട് കാറുകളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ന്യൂസുകാർ പറയണ പോലെ ഒറ്റപ്പെട്ട മഴകൾ ഉണ്ടായിരുന്നു. ലൈക്ക് സഡൻലി മഴ വരും, കുറച്ച് ടൈം ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് നിൽക്കും. പക്ഷെ ഈ മഴ ഉള്ള ടൈമിൽ
ഹെവി റെയിനും ഭയങ്കര കാറ്റുമായിട്ട് നമുക്ക് പുറത്ത് യാതൊരു രീതിയിലുള്ള വിസിബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോകർണയിൽ പോണോ എന്ന് വരെ ഡൗട്ട് അടിച്ച്. ബിക്കോസ് അതിന് മുന്നേ ഇതിന് നല്ലൊരു ഹോട്ടൽസോ എന്തെങ്കിലും സ്റ്റേ കിട്ടുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചു. കുറേ നോക്കി നടന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ആൻഡ് ഫൈനലി നമ്മൾ ഗോകർണ തന്നെ എത്തി. ഇവിടെ വലിയ ഹോട്ടൽസ് ഒന്നും ഇല്ല, കുറേ ഹോം സ്റ്റേസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഉള്ളിൽ ഓക്കെ തോന്നിയ ഒരു ഹോം സ്റ്റേ ആയിരുന്നു ഈ മന്ത്രി ഹോം സ്റ്റേസ്. ഇവര് കമ്പാരിറ്റീവ്ലി നല്ലതായിരുന്നു, ക്ലീൻ ആയിരുന്നു. വേറെ ഗസ്റ്റ് ഒന്നും അവർക്ക് ഇന്ന് ഉണ്ടായിരുന്നില്ല. സോ നമ്മളവിടെ പോയി സ്റ്റേ ചെയ്തു. ബാക്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ രാത്രി വന്ന കാരണം അങ്ങോട്ടൊന്നും പോയി. അവർ തന്നെ നമുക്ക് ഡിന്നറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ യാത്ര. നാളെ ഇനി മോർണിംഗ് നമ്മൾ എണീറ്റ് നമ്മൾ സ്ട്രെയിറ്റ് ഗോവയാണ്. സോ അത് നെക്സ്റ്റ് പാർട്ടിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ ഫ്രം മീ.